അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. The perimeter of a rectangle is 42 meter and its diagonal is 15 centimeter. 15 meter. What are the length of its side? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 42 മീറ്ററും അതിന്റെ വികരണം 15 മീറ്ററുമാണ്. അതിന്റെ വശങ്ങളുടെ നീളം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 42 ആണെന്നുള്ളത് അല്ലെ. പെരിമീറ്റർ 42 തന്നിട്ടുണ്ട്. ഈ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് 21 മൈനസ് എക്സും എക്സ് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2 × L + B. ഓക്കെ, അതിൽ നിന്ന് ഈ 2നെ അപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഇതിവിടെ ഗുണിക്കാനുള്ള അപ്പുറം വരുമ്പോൾ എന്താവും? ഹരിക്കാനാവും. അപ്പൊ L + B = 42/2 കിട്ടും. 42/2 എത്രയാണ്? 21. ഇനി ലെങ്തിനെ നമ്മൾ x എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 21 - x. കാരണം രണ്ടും കൂട്ടുമ്പോൾ 21 ആണല്ലോ. അപ്പൊ ലെങ്തിനെ x എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് 21 - x. അങ്ങനെയാണ് ഇവിടെ x ഉം 21 - x ഉം വന്നത്. ഇനി ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട് 15 മീറ്റർ ആണെന്നുള്ളത്. ഇനി നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം, റെക്ടാംഗിളിന്റെ ആംഗിൾ 90 ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. h² = a² + b² അല്ലേ. ഇനി വാല്യൂസ് കൊടുത്തു. h ന്റെ സ്ഥാനത്ത് 15 കൊടുത്തു, a യുടെ സ്ഥാനത്ത് x കൊടുത്തു, b യുടെ സ്ഥാനത്ത് 21 - x കൊടുത്തു. ഈ 21 - x നെ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം? a - b² എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെ മൈനസ് ചെയ്യണം? a - b². എന്തായിരുന്നു a - b²? നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. എന്താണ് a - b²? a² - 2ab + b². അപ്പൊ 15ന്റെ സ്ക്വയർ 225 കിട്ടും. x² കൊടുത്തു, ആദ്യം a². അപ്പൊ a 21 ആണ്, 21ന്റെ സ്ക്വയർ -2 × a × b + b². ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ഒരു x² ഉം ഇവിടെ ഒരു x². അപ്പൊ മൊത്തം 2x². ഇവിടെ 21ഉം 2ഉം ഗുണിക്കുമ്പോൾ 42. അപ്പൊ -42x. 21ന്റെ സ്ക്വയർ 441. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് ഈ 25നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി, അഥവാ അത് മൈനസ് ആവും. അങ്ങനെയാണ് ഇവിടെ -225 കിട്ടിയത്. ആദ്യം 2x² എഴുതി, -42x + 441. ഈ 225 ഇവിടെ പ്ലസ് ആണ്, ഇപ്പുറം വരുമ്പോ -225. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് 216 എന്ന് കിട്ടും. ഇനി നമുക്ക് നമ്മളുടെ x² എല്ലാത്തിനെയും ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം എല്ലാം ഈവൺ നമ്പർ ആണ്. ഇവിടെ 2നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആയി പോകും. 42നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 കിട്ടും. 216നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 108 കിട്ടും. ഇവിടെ ഒരു x ഉണ്ട് കേട്ടോ, സോറി, ഇവിടെ ഒരു x ഉണ്ട്, 21x എന്നുണ്ട് കേട്ടോ. ഇനി -b + or -√b² - 4ac നമുക്ക് കൊടുക്കാം. അപ്പൊ -b യുടെ വാല്യൂസ് നമ്മൾ കൊടുത്തു. ഇവിടെ എങ്ങനെ -21 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ കാണുന്ന മൈനസ് ആണ് ഇത്. പിന്നെ b യുടെ വാല്യൂ -21, അഥവാ x-ന്റെ കൂടെയുള്ള സംഖ്യ അത് -21 ആണ്. അങ്ങനെയാണ് ഇവിടെ -21. + or -b². അപ്പൊ -21ന്റെ സ്ക്വയർ -4 × a എന്ന് പറഞ്ഞാൽ 1, c എന്ന് പറഞ്ഞാൽ 108 / 2 × 1. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. 2 മൈനസ് അടുപ്പിച്ച് വന്നപ്പോൾ അത് പ്ലസ് ആയി. ദെൻ + or -21ന്റെ സ്ക്വയർ, മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആവും. 21ന്റെ സ്ക്വയർ 441. 4 × 1 4 ആണ്. 4 × 108 ചെയ്യാം. അപ്പൊ 432. ഇനി 441 432 കുറക്കണം. അപ്പൊ നമുക്ക് 9 എന്ന് കിട്ടും. √9 എന്ന് കിട്ടും. √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് അല്ലെ. ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ 21 + 3/2 or 21 - 3/2 എന്ന് കിട്ടും. ഓക്കെ, √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 21, ഒരു മിനിറ്റ് എല്ലാം വായിക്കട്ടെ കേട്ടോ. 21 + 3/2 അല്ലെങ്കിൽ 21 - 3/2. 21ഉം 3ഉം 24/2 കിട്ടും, അല്ലെങ്കിൽ 18/2. 24/2 12 കിട്ടും, അല്ലെങ്കിൽ 9 കിട്ടും. അഥവാ ലെങ്ത് 12, ബ്രെഡ്ത്ത് 9. ഇത് നേരെ തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് 9, ബ്രെഡ്ത്ത് 12 എന്ന് വരും. പക്ഷെ നമ്മൾ എപ്പോഴും ലെങ്ത്തിനെയാണ് വലുതാക്കിയിട്ട് പറയാറ്. അപ്പൊ ലെങ്ത് 12, ബ്രെഡ്ത്ത് 9 കിട്ടും. ഓക്കെ, ലെങ്ത് 12ഉം ബ്രെഡ്ത്ത് 9. 21 12 പോയാൽ 9 കിട്ടും.